ഹായ്, ഇന്നൊരു കേക്ക് വ്ളോഗാണ്. പുതിയ വില്ലയിൽ വന്നിട്ട് ഫസ്റ്റ് കിട്ടിയ ഓർഡർ ആയിരുന്നു ഈ ഒരു ആർട്ട് ഷേപ്പ് കേക്ക്. ഇത് വന്നിട്ട് ചോക്കോനട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഷാഗിനിയാണ്. അപ്പോൾ താങ്ക് യു ഷാഗിനി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്രോസ്റ്റിങ്ങും കാര്യമൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കേക്കാണ്. പക്ഷേ നല്ല ഫിനിഷിങ്ങിലും ടേസ്റ്റിലും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അടുത്തത് നമുക്ക് കുറച്ച് കേക്ക് വ്ളോഗൊക്കെ ആയിട്ട് തന്നെയാണ്, അതായത് കേക്കിൻ്റെ ഓർഡേഴ്സ്. അതിന് ശേഷം എനിക്കൊരു 2-3 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1 kg വെയിറ്റ് വരുന്നൊരു ഡോൾ കേക്കാണ് കേട്ടോ. ഇത് 1 കപ്പ് മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അരിച്ചെടുക്കുക. എങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്താലും മതി. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ എനിക്കൊരു എന്താ പറയുക, ഡ്രീം കേക്കാണ്. പക്ഷേ ഡ്രീം കേക്കിൻ്റെ ബോക്സിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 എഗ്ഗും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചായിട്ട് ഫ്ലോർ, അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് മിൽക്ക്, നല്ല ഒരു റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഒരു വാം മിൽക്കോ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുറച്ചായിട്ട് ഇടവിട്ടിട്ട് നമ്മൾ പാലും പിന്നെ ഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഡോൾ കേക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെയാണ് ബേക്ക് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഡ്രീം കേക്കിൻ്റെ ബോക്സിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല രീതിയിൽ തളർന്നിട്ടുണ്ടാണ്. അതിന് ശേഷം നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെച്ച് എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ കേക്ക് ബേക്ക് ആവുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷമാണ് നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ്. ഈ ഒരു ടബിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ ഇത് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ സ്കൂളിലേക്ക്. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ വില്ലയിലേക്ക് മാറിയതിൻ്റേതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാനൊരു ഷവർമയും ലൈം ജ്യൂസും കുടിക്കാൻ പോയി. അതിൻ്റെ അടുത്ത് ഗാലക്സീൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതും കൂടെ കഴിച്ചിട്ട് മോനെ വിളിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ മോൻ്റെ സ്കൂൾ ലിറ്റിൽ ഫീറ്റ് കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ളതാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കുട്ടി സ്കൂളാണ് കേട്ടോ, ഒരു പഴയ മോഡൽ. അങ്ങനെ വീട്ടിലെത്തി അതിന് ശേഷം ഇത് ഡിമോൾഡ് ചെയ്ത് ഇത് നല്ല രീതിയിലൊന്ന് നമ്മൾ ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ മിക്സൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൊങ്ങിയിട്ട് നല്ല ലെയേഴ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡോൾ കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ടെങ്കിലാണ് ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. ഒരു 1.5 kg എങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ പീസ് എടുക്കാൻ വേണ്ടി എൻ്റെ മോൻ വരുന്നതാണ്, അതിൻ്റെ കൈയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതുപോലെ ഇതൊരു ഡോൾ കേക്ക് വന്നിട്ട് എൽസ തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൽസ തീമിൽ നമുക്കൊരു എൽസയുടെ ഒരു ഡോളിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഡോളിലൊക്കെ ഇങ്ങനെ ഒരു ഇറക്കി വെച്ചിട്ടാണല്ലോ ഈ ഒരു ഡോൾ കേക്ക് ചെയ്യാറ്. അപ്പോൾ എനിക്ക് എൽസയുടെ ഒരു ഡോള് കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 കമൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ, ബേക്കിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ചില ആൾക്കാർക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു, എവിടുന്ന് ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത രാവിലെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ, ബ്രെഡും എഗ്ഗും കൂടെ ഉള്ളത്. അങ്ങനെ മോനെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡും ഞാനും ഇതും കട്ടൻ ചായയാണ് കഴിച്ചത്. പാല് വാങ്ങാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ രാത്രി ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. രാവിലെയാണ് ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കിനെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കേക്ക്. ഈ കേക്കിൽ നമ്മൾ ഈ ഒരു എൽസയുടെ ഈ ഡോൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ 2 സൈഡിലായിട്ട് 2 കളേഴ്സ്, വൈറ്റും പിന്നെ ഈ ഒരു ബ്ലൂവും കൂടെ ക്രീം നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പൈപ്പ് ചെയ്യുമ്പോൾ 2 കളർ മിക്സ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അത് ഈ വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കസ്റ്റമറും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുതിയ വീട്ടിൽ വന്നിട്ടുള്ള കേക്കിൻ്റെ ഓർഡേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഇത്തിരി കാട് പോലത്തെ പ്രദേശത്ത് നമുക്ക് ഈ ഒരു ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസൊക്കെ വന്നപ്പോൾ അവർ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെടിയൊക്കെ ഞങ്ങൾ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു 300 റുപ്പീസൊക്കെ നമുക്ക് പുറത്ത് വാങ്ങാനുണ്ട് ഈ ഒരു ചെടി. അപ്പോൾ ഞങ്ങളത് ചട്ടിയിലൊക്കെ ആക്കി അവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ടിത്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.